ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഹോം റെമഡിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരുപാട് പേർക്ക് കഫ്കെട്ട്, ജലദോഷം, ചുമ, തൊണ്ടവേദന, പനി, തലവേദനയൊക്കെ ആയിട്ട് ഒരുവിധം എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏകദേശം ചുക്കപ്പിയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിൽ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കുറച്ചൊരു എരിവുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ജലദോഷമൊക്കെ ആയിട്ട് വിശപ്പില്ലായ്മ, ജലദോഷം, കഫ്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ വേറൊരു മരുന്ന്, കഷായം ടൈപ്പിലൊരു മരുന്ന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു മരുന്ന്. കുട്ടികൾക്ക് വിശപ്പില്ലായ്മ ഒക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചുക്കപ്പി, സ്പെഷ്യൽ ചുക്കപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പിടുത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് തുളസിയിലയാണ്. അപ്പോൾ അതും ഞാനൊരു പിടുത്തം എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ അതും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിക്ക് പകരം ചുക്ക് ഉണ്ടെങ്കിൽ ചുക്കായാലും മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ ഇവ കൂടെ ചേർത്തിട്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 4 ചെറിയ പനിക്കൂർക്കയുടെ ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായത് കാരണമാണ് കേട്ടോ 4 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പനിക്കൂർക്ക കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൽ ചേർത്തിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും ഇലകളൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ നീരൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൽ ചേർത്തിട്ടുള്ളതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് വേവിക്കാം. ഇനി അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി അതിൽ ചേർത്തിട്ടുള്ളതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇളം ചൂടോട് കൂടി തന്നെ കുടിക്കുക. അപ്പോഴേ നല്ലൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ കുടിക്കുന്ന സമയത്ത് അരിപ്പയിലൂടെ അരിച്ചിട്ട് എടുക്കുകയും ചെയ്യുക. പിന്നെ ഇത് കുടിക്കുമ്പോൾ ജലദോഷമായാലും ചുമയായാലും നല്ല ആശ്വാസം കിട്ടും. പിന്നെ പനി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതും കൂടെ കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും, നല്ല സുഖം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.